മറയൂരിലും പരിസര പ്രദേശങ്ങളിലും പുലിശല്യം നിയന്ത്രണാതീതമാകുന്നു. വളർത്തുമൃഗങ്ങൾ നിരന്തരമായി കൊല്ലപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് തോട്ടം തൊഴിലാളികൾ ചത്ത പശുവുമായി മറയൂർ മൂന്നാർ സംസ്ഥാന പാത ഉപരോധിച്ചു. ചട്ടമൂന്നാർ ചെക്ക് പോസ്റ്റിന് സമീപമുള്ള ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ശക്തമായ പ്രതിഷേധം നടന്നത്. BJP പ്രവർത്തകരും മുൻ MLA എസ് രാജേന്ദ്രനും പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരമുഖത്തെത്തി. കഴിഞ്ഞ ദിവസം മേയാൻ വിട്ടിരുന്ന പശുക്കളെയാണ് പുലി ആക്രമിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെ കാണാതായ പ്രദേശവാസിയായ സമുദ്രപാണ്ഡിയുടെ പശുവിനെ രാത്രി 7 മണിയോടെ വനത്തിനുള്ളിൽ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സമീപത്തു തന്നെ മണികണ്ഠൻ എന്നയാളുടെ പശുവിനെ പരിക്കേറ്റ നിലയിലും കണ്ടെത്തി. പുലിയുടെ ആക്രമണം പതിവായതോടെ തൊഴിലാളികൾ വനത്തിനുള്ളിൽ നിന്നും പശുവിന്റെ ജഡം ചുമന്നുകൊണ്ടുവന്ന റോഡിൽ വച്ചാണ് ഉപരോധം ആരംഭിച്ചത്. മറയൂർ ചന്ദന ഡിവിഷന് കീഴിലുള്ള ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുത്തി. നാട്ടുകാരുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 5 വർഷത്തിനിടെ 50-ലധികം കന്നുകാലികളാണ് ഈ പ്രദേശത്ത് പുലിക്ക് ഇരയായിട്ടുള്ളത്. കഴിഞ്ഞ 2 മാസത്തിനിടെ മാത്രം നിരവധി കന്നുകാലികളെയാണ് കർഷകർക്ക് നഷ്ടപ്പെട്ടത്. തങ്ങളുടെ ഉപജീവനമാർഗമായ കന്നുകാലികൾ ഓരോന്നായി ഇല്ലാതാകുമ്പോഴും വനംവകുപ്പ് കൃത്യമായി നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. BJP പ്രവർത്തകരും മുൻ MLA എസ് രാജേന്ദ്രനും പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരമുഖത്തെത്തി. തുടർച്ചയായി എസ്റ്റേറ്റുകളിൽ പുലിയും കടുവയും ചിറുത്തയുമായിട്ട് ഈ 3 ടൈപ്പിലുള്ള വന്യജീവികളുണ്ട്. വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും ഒരു പക്ഷേ നമ്മളുടെ പേരിൽ കേസെടുക്കും. വന്യജീവികളാണ്. ആ ജീവികളോടുള്ള ഒരു സമീപനം പോലും ഉദ്യോഗസ്ഥരുടെ മനസ്സെല്ലാം മറവിച്ച് ആളുകളെ കാണുന്നതെല്ലാം മൃഗങ്ങളായും അല്ലെ വന്യജീവികളായും വന്യജീവികളെ കാണുന്നതെല്ലാം മനുഷ്യരായും കണക്കാക്കുന്ന വൈൽഡ് ലൈഫിലെ ജീവനക്കാരുടെ പ്രയാസങ്ങൾ വനവകുപ്പ് ജീവനക്കാരുടെ സമീപത്ത് ഉണ്ട്. ഏതാണ്ടും ഒരു 10-15 പശുക്കളാണ്, കന്നുകാലികളാണ് ഈ പ്രദേശത്ത് പാമൻമലയിലും കാപ്പി സ്റ്റോറും ചട്ടമൂന്നാർ പ്രദേശത്ത് മാത്രം ചെയ്തിട്ടുള്ളത്. നാവൽ ഡിവിഷനിൽ വേറെയുണ്ട്. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നും നഷ്ടം സംഭവിച്ച കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മറയൂർ.